Hi friends, welcome back to Anjuz world. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ശബ്ദത്തിന് നല്ല മാറ്റം ഉണ്ടാവും, പനിയാണ്, ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ വയ്യ ഒട്ടും. പക്ഷേ ഇന്ന് വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണ്. അത് തന്നെയല്ല, ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് വീഡിയോ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് ചെയ്യണത് പിമ്പിൾ മാർക്സ്. പിമ്പിൾ വന്നിട്ട് പോകുമ്പോൾ നമ്മളുടെ മുഖത്ത് ചെറിയ കറുത്ത പാടുകൾ പോലെ വരും അല്ലേ. അപ്പോൾ അത് എങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഈ ഫ്യൂച്ചറിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടൊമാറ്റോ വേണം. ഇതിന് ഒരു ഹാഫ് ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് നാടൻ തൈരാണ്. നമ്മൾ വീട്ടിൽ ഉറയൊഴിച്ചെടുക്കുന്ന തൈരില്ലേ, അത് വേണം, നാടൻ തൈര്. പിന്നെ വേണ്ടത് പുട്ടുപൊടിയാണ്. നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയില്ലേ, അപ്പോൾ അതും വേണം കുറച്ച്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ടൊമാറ്റോ വേണം. കട്ട് ചെയ്ത ടൊമാറ്റോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇനിയും വേണ്ടത് തൈരാണ്, നാടൻ തൈര്. തൈര് കുറച്ച് ഒരു ഇത്രയും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തു. വന്നിട്ട് കാണാൻ പറ്റില്ല കേട്ടോ, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിപ്പൊടി പറഞ്ഞിരുന്നില്ലേ, അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി നന്നായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് ഫേസ് ഫുള്ള് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഫേസ് ഫുള്ള് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ നമ്മളുടെ ഫേസിന് നല്ല കളർ വരാൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിമ്പിൾ മാർക്സ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ടൊമാറ്റോയും തൈരും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഫേസ് ഫുള്ള് നന്നായിട്ട് ഇതുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്സ് ഒക്കെ ഇടുമ്പോൾ പറയാറുണ്ട് അല്ലേ, കണ്ണിൻ്റെ ഈ ഭാഗങ്ങളിലും ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന്. പക്ഷേ ഇത് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ടൊമാറ്റോയും തൈരും അരിപ്പൊടി എന്നൊക്കെ പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഇതല്ലേ, അപ്പോൾ ഒരു പ്രശ്നമില്ല. അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് അപ്പോൾ ഡാർക്ക് സർക്കിൾസ് വരാതിരിക്കാനും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടൊമാറ്റോയും തൈരും ഒക്കെ നല്ല ഫേസിന് നല്ല വൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് ഡസ്റ്റ്, നമ്മളുടെ ഫേസിലുള്ള ഡസ്റ്റ് കളയാനും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്താൽ മതി. അപ്പം നീര് പുറത്ത് വരും. അപ്പോൾ അത് നമ്മളുടെ ഫേസിൽ നന്നായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലേ, ഇതുപോലെ പിമ്പിൾ മാർക്സ് വന്നിട്ട്. അതുപോലെ തന്നെ ഫേസിന് നല്ല കളർ വരാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഫേസ് ഫുള്ള് മസാജ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോയുടെ നീരൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നു. അതിൻ്റെ കളർ ഉണ്ട്, ടൊമാറ്റോയുടെ കളർ ഇപ്പോൾ നന്നായിട്ട് ഫേസിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫേസ് ഫുള്ള് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. ഇനിയും നമ്മൾ 2 കൈ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിമ്പിൾ മാർക്സ് ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതിയാവും. ഇനി നിങ്ങൾ ഒരു
4-5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്നിടം വരെ. ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ വെള്ളം കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കണം, കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫേസിന് മനസ്സിലാവും. ആ ഒരു ഫീൽ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. നല്ലൊരു വൈറ്റ് കളർ ഉണ്ടാവും, ഫേസിന് വൈറ്റനിങ് കിട്ടും. പിമ്പിളൊക്കെ വരുന്ന ചിലർക്ക് ചില ടൈം ഉണ്ടല്ലോ പിമ്പിൾസ് ഒക്കെ വരുന്നത്, അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ആ ഒരു മാർക്സ് പോകുന്നതിന് വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ വീക്ക്ലി 2 days എങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ടൈം പോലെ രാത്രിയിൽ ചെയ്താലും മതി. അപ്പോൾ ഇനി ഇത് ഒന്ന് ഉണങ്ങിയിട്ട് ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തു ചെറിയ തണുത്ത വെള്ളത്തിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് പിമ്പിൾ മാർക്സ് ഒക്കെ ഉള്ള ടൈമിൽ നന്നായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വീക്ക്ലി 2 days എങ്ങനെ ചെയ്യുക. ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ വൈറ്റനിങ് ആവാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ഫേസിന് കളർ ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.